ഗൈസ് നമ്മളെത്തിയാട്ടോ. ഇതാണ് വസ്താര വാട്ടർഫാൾ. കുറെ ഉള്ളതുണ്ട്. ഓ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഉത്തരാഖണ്ഡ് എക്സ്പ്ലോറേഷൻ സീസൺ എത്രയാണ് ഓർമ്മയില്ല. നല്ല തണുപ്പുണ്ട്. രാവിലെ എണീച്ച് മുജീബേട്ടന് മറ്റേ കണ്ണൂരുള്ളവർ പോയ കേട്ടോ. അവർ രാജസ്ഥാൻ പോയിക്കുന്നു. നമ്മളിതാ മാനയിലോട്ട് പോകാനുള്ളൊരു പരിപാടിയായിട്ട് രാവിലെ എണീച്ച് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. എത്രയാടാ? 140 അല്ലേ? ചായക്ക് 140 7 ഗൈസ്. രാവിലെ ഇറങ്ങി മസാല ദോശ കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഒരു മസാല ദോശ 100 രൂപ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഒന്ന് കഴിക്കാം ഗൈസ്. മസാല ദോശ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കൊള്ളാം ഗൈസ്. 100 രൂപയ്ക്ക്. 100 രൂപയ്ക്ക് എന്തുകൊണ്ട് നമുക്ക് നഷ്ടമില്ല. നമ്മുടെ അവിടെ 100 രൂപയ്ക്ക് ഇതാ ഇത്ര സൈസൊക്കെ ഉള്ളതൊക്കെ തന്നെ കിട്ടണത്. പിന്നെ ഒരു ചമ്മന്തിയാണ്. ടേസ്റ്റും കൂടെ എങ്ങനെ ഉണ്ടോ നോക്കട്ടെ ഗൈസ്. കൊള്ളാം കേട്ടോ. കൊള്ളാം കേട്ടോ. 100 രൂപയ്ക്ക് വർത്ത് ഇറ്റ് ഗൈസ്. ഇതാണ് കേട്ടോ ആ കട. കൊള്ളാം. 100 രൂപയ്ക്ക് എന്തായാലും കൊള്ളാം. ഒരു നഷ്ടവുമില്ല. എനിക്കല്ല ഇഷ്ടപ്പെട്ടു. ഫുഡിന് ടേസ്റ്റൊക്കെ കൊള്ളാം. അടിപൊളിയാണ്. നമ്മളതിന് ഇവിടെ നിന്നൊരു ടാക്സിയും വിളിച്ചിട്ട് പെർ ഹെഡ് 50 ഇന്നലെ മറ്റേ നമ്മുടെ കണ്ണൂരുള്ള ചേട്ടന്മാർ പോയിരുന്നു. അപ്പോൾ അവർ പെർ ഹെഡ് 50 രൂപയാണ് പറഞ്ഞത്. അപ്പം പെർ ഹെഡ് 50 രൂപയ്ക്ക് നമ്മൾ ടാക്സി വിളിച്ചിട്ട് നേരെ നമ്മൾ വസുധാര വാട്ടർഫാൾ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. തിരിച്ചു പറഞ്ഞ വഴിക്ക് നമ്മൾ മാന ഇറങ്ങാം കേട്ടോ. നമ്മൾ വണ്ടി പിടിച്ചു കേട്ടോ. ആളെ കയറ്റിക്കൊണ്ടിരിക്കണ നമ്മൾ ഓൾറെഡി 7 പേരുണ്ട്. ഓ ബാക്കിലോട്ട് നോക്കിയേ, കുറെ ഉള്ളതുണ്ട്. ഓ നമ്മൾ ആൾക്ക് 50 രൂപയാണ്. ഇവിടെ നേരെ മാന വില്ലേജിലോട്ടെ. അങ്ങനെ മാന വില്ലേജിലോട്ട് നമ്മൾ ഫസ്റ്റ് ഇന്ത്യൻ വില്ലേജ് മാന നമ്മൾ പോവുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മാന വില്ലേജിലോട്ടുള്ള എൻട്രി കേട്ടോ. അങ്ങനെ നമ്മൾ മാന വില്ലേജിൽ കയറിയാണ്. ഇന്ത്യയിലെ ഫസ്റ്റ് വില്ലേജാണ് മാന വില്ലേജ്. ഓമ്പോ കൊള്ളാം. നല്ല ചൂടുണ്ട് കേട്ടോ. എന്നാൽ വെയിലുണ്ട്, പക്ഷെ ചൂടറിയാൻ പറ്റുന്നില്ല. ഇവിടെ നമ്മളിത് അതുവഴിയാണ് നമ്മൾ വസ്തുവരെ പോകാനുള്ള കേട്ടോ. അവിടെ നിന്ന് കയറി അവിടം വരെ പോകണം. ഇവിടെ നിന്ന് 3-4 കിലോമീറ്റർ ഉണ്ട് പോകാനായിട്ട്. നല്ല വിഷ്വൽസ് എല്ലാം അടിപൊളിയാണ് കേട്ടോ. എങ്ങനെ എന്താ പറയുക, നല്ല രസമുണ്ട് കാണാൻ. പറഞ്ഞ വഴിക്ക് ഒരു വെള്ളച്ചാട്ടം കണ്ട് നോക്കിയേ. അയ്യോ ഒരു രക്ഷയില്ല. അടിയിൽ കൂടെ പോകണ്ടോ, പാറ അടിയിൽ കൂടെ. ഇവിടെ നിന്ന് പറഞ്ഞേ നോക്കിയാണ് അതിൻ്റെ ഇടയിൽ കൂടെ. പോകുന്ന നോക്കിയാൽ ഇവിടെ നിന്ന് വെള്ളമൊക്കെ എടുത്ത് കുടിക്കാം കേട്ടോ. നമ്മൾ അങ്ങോട്ടാണ് ഇനി പോകാമല്ലോ. കൈസ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ നിന്നുള്ള വ്യൂ കാണിച്ചു കേട്ടോ. ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നുള്ള നോക്കിയേ. ഒരു രക്ഷയില്ല കേട്ടോ. മരുന്ന് ഒഴികെ ഇതേപോലെ കുറച്ച് സ്റ്റാച്ചു ഒക്കെ ഉണ്ട് കേട്ടോ. മറ്റേ അത് മുനിയിലാണ്. ഇത് ആരാണടേ എനിക്കറിയത്തില്ല. ആരെന്ന് ചോദിച്ചോടെ എന്താണ് സംഭവം. ഡീറ്റെയിലായിട്ട് അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. അയ്യോ എന്താ ഒരു നായയാണോ ചെന്നായാണോ? അതിൻ്റെ ബാക്ക് ഓരോ ആളുകളായിട്ടുള്ള ഇതാണ് വന്നിട്ടുള്ളത്. എൻ്റെ കറക്റ്റ് ഇതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ ഇനി തപസ്സരിക്കാൻ പോയതോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് അറിയത്തില്ല. എന്തായാലും അറിയുന്നുള്ളവർ പറയാം കേട്ടോ. നമ്മൾ ഇന്ത്യയിലെ ഫസ്റ്റ് ഷോപ്പ് ഓഫ് ഇന്ത്യ മാനയിൽ നമ്മൾ വന്നിരിക്കുകയാണേ. ഇതാണ് ഫസ്റ്റ് ഷോപ്പ് ഓഫ് ഇന്ത്യ കേട്ടോ. ഫസ്റ്റത്തെ ഷോപ്പാണ്. വസ്താര വാട്ടർഫാളിലോട്ട് പോകുന്ന വഴിയുണ്ടോ? ഇറ്റ്സ് ലൈക്ക് എ ഹെവൻ ബ്രോ. കൊള്ളാം. ഇതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും സന്തോഷം തരുന്നുണ്ട് കേട്ടോ. സത്യം പറയാലോ. എടാ ക്ലൗഡ് വന്നിട്ട് 189 രൂപ. നമ്മൾ 4 പേരും കൂടെ ഷെയർട്ട് എടുത്തിരിക്കണേ. എൻ്റെ പൊന്നു ഗൈസ്, ട്രാവലിംഗ് ഒക്കെ ചെയ്യണം. ഒരു വ്ളോഗിൻ്റെ ഒക്കെ പരിപാടിയാണെന്നുണ്ടെങ്കിൽ കൺഫേം ആയിട്ടും കുറഞ്ഞതൊരു 4 TB എങ്കിലും വേണം. അത് തന്നെ എത്ര പെട്ടെന്ന് അറിയാമോ. ഇതാണെങ്കിൽ എനിക്കാണെങ്കിൽ ഇവിടെ എന്താ അവിടെ കാണുന്നതാണ് വസ്താര വാട്ടർഫാൾ കേട്ടോ. സ്പേസ് വളരെ കുറവാണ് ബ്രോ, സത്യം പറയാമല്ല. അതുകൊണ്ട് ഇനി ചുരുക്കം വീഡിയോസേ കാണുള്ളൂ. സ്പേസ് ഫ്രീ ആക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട്. കാരണം എവിടെ വെച്ചാലും വിഷ്വൽസ് എന്ത് പറയാനായിട്ട്. അതൊക്കെ അവിടെ മൊത്തം ചെമ്മരിയാടുകളാണ്. തിരിച്ച് വരണ വഴിക്ക് അവിടെ ഇറങ്ങാം.
ഫുള്ള് ചെമ്മരിയാടുകളും കുതിരകളും മേയാൻ വേണ്ടിയിരിക്കുന്നു. എന്ത് രസമാണ് അവിടെ, അടിപൊളിയായിരിക്കും ഗൈസ്. ആ സ്പോട്ട് ഉണ്ടോ? ആടുകളെല്ലാം അടുത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പോകാൻ വിചാരിച്ചേ ഗൈസ്. നോക്കിയേ എത്ര കുറേ ഉണ്ട് കേട്ടോ. വരുന്ന വഴിക്ക് ഇങ്ങനൊരു റിവർ ക്രോസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മളെ ട്രക്കിങ്ങനെ പോണ ഇതിൻ്റെ ഓടാ കണ്ടേ. ഇവിടെ നമ്മൾ മുകളിലോട്ട് കയറിയാണ്. ഇതൊക്കെ മസ്താര എന്നിട്ട് വെള്ളം വാട്ടപ്പാളിൽ നിന്ന് വരുന്ന വെള്ളമായിരിക്കും കേട്ടോ. ഇത്തിരി കുറച്ച് കയറാനൊക്കെ ഇത്തിരി ടാസ്കുള്ള സാധനങ്ങളുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല, ഈസി ആയിട്ട് വരാം. ഇതാ ആ കാണുന്നതാണ് ഹസാര വാട്ടർഫോൾ കേട്ടോ. നമുക്കിനി ഒരു കിലോമീറ്റർ കൂടെ ഉള്ളൂ, അപ്പോഴത്തേക്ക് അവിടെ റീച്ചാം. ആഫ്റ്റർ ലോങ് ട്രാക്ക് നമ്മളിതാ വസുധാര വാട്ടർഫാളിൽ എത്തി കേട്ടോ. ആ കാണുന്നതാണ് വസുധാര വാട്ടർഫാൾ. കുറച്ച് നടക്കാറുണ്ട് കേട്ടോ, പക്ഷെ വലിയ ടയർഡായിട്ടില്ല. എന്നാലും കുറച്ച് അങ്ങോട്ടൊരു 700-800 മീറ്റർ സംതിങ്, അത് മാത്രമേ കുറച്ച് കടുപ്പായിട്ടുള്ളൂ. വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മുടെ ഹേംകുണ്ട് കയറുന്നതിൻ്റെ ഒന്നും അതിൻ്റെ പകുതി പോലും ഇല്ല. അയ്യോ പക്ഷേ കൊള്ളാം കേട്ടോ വാട്ടർഫാൾ. കുറച്ച് അടുത്തു നിന്നുള്ള നമുക്ക് വിഷ്വൽസ് പോകാം. നമ്മളെത്തി കേട്ടോ. ഇതാണ് വസുധാര വാട്ടർഫാൾ. അയ്യോ ഇത് അത്യാവശ്യം നല്ല പൊക്കമുണ്ട് കേട്ടോ. മോളിൽ നിന്നാണ് വെള്ളം വീഴുന്ന ഒരു പ്രത്യേക ഒരു രീതിയിലാണ്. വീഡിയോയിൽ നമുക്ക് എങ്ങനെ പറഞ്ഞാലറിയില്ല, ഇവിടെ മോളിൽ എന്തോ എടുത്ത് എറിയും പോലെ. അങ്ങനെ വസുധാര വാട്ടർഫാൾ ട്രെക്കിങ്ങും ഇന്നിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് നേരം ഇനി ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ മാനയിൽ പോയി അവിടെ നിന്ന് നേരെ ബദ്രിനാഥ് പോകണം. ബദ്രിനാഥ് പോയിട്ട് അവിടെ ഒന്ന് തൊഴുതെല്ലാം കഴിഞ്ഞിട്ട് നാളെ രാവിലെയാണ് നമ്മൾ കേദാർനാഥിൽ പോകാനുള്ള പരിപാടീസൊക്കെ നോക്കണം കേട്ടോ. എൻ്റെ കുറച്ച് വിഷ്വൽസ് കൂടെ നമുക്ക് എന്തായാലും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നോക്കിയേ കൈസോരെ കല്ലും അടിക്കുക കേട്ടോ. ഇത് നമ്മളെന്തെങ്കിലും മനസ്സിൽ ആഗ്രഹങ്ങൾ വെച്ച് ഇങ്ങനെ കല്ലൊക്കെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ നടക്കുമെന്നൊക്കെ ഉള്ള വിശ്വാസങ്ങളാണ്. നമ്മളിപ്പോൾ ആനന്ദിൻ്റെ ഒരു പ്രാവശ്യം നമ്മൾ താഴെയാണ്. നിങ്ങൾ ആനന്ദൻ ഇതേപോലെ നമ്മൾ ബോണക്കാട് പോയപ്പോൾ ഒരു തവണ വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആനന്ദൻ്റെ മേക്കിംഗ് കണ്ടാ അമ്പോ. ഇത് ആനന്ദുവിൻ്റെ ഇതാ അവിടെ അമ്പിളി, ഇതാ അമ്പിളിയിലെ അതിൻ്റെ അവിടെ ആദ്യമേ അടിക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങിയാ കേട്ടോ. നമ്മളപ്പോൾ നേരെ മാനവരിജി പോയിട്ട് നേരെ ബദ്രിനാഥ്. ഹാടാ മോനെ പറഞ്ഞ വഴി വരാം. ജിലേബി വാങ്ങിച്ചു കേട്ടോ, 50 രൂപ ഒരു പ്ലേറ്റ്. അതും കഴിച്ചിട്ട് ഇറങ്ങാം. അടയാ വണ്ടി എടുത്തു കേട്ടോ. ഇങ്ങനെ മറ്റേ നമ്മളവിടെ നിന്ന് താഴ്ന്നു കൊണ്ടാക്കി തന്നതാണ്. മറ്റേ ഗുരുദ്വാരയിൽ നിന്ന് നമുക്ക് ഇവിടെ കൊണ്ടുവന്നാക്കി തന്ന ആളാണ് ബദ്രിനാഥിലോട്ട്. അങ്ങനെ തന്നെ തിരിച്ചു പറഞ്ഞ വഴി കണ്ട് മറ്റേ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കിയ ആളെ കണ്ടില്ല. അപ്പോൾ സീനില്ല, ഏതെങ്കിലും വണ്ടി പോവാം. ഗൈസ് രാവിലെ തന്നെ വന്ന് അവിടെ തന്നെ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. പൂരി മസാല പറഞ്ഞു 80 രൂപ പൂരി, ചായ 20. ഗൈസ് പൂരി വന്നു കേട്ടോ. 4 പൂരി ഉണ്ട്. 4 പൂരി, ഒരു കറി, അച്ചാർ, ഒരു മുളക്, 80 രൂപ. കൊള്ളാം. കഴിച്ചിട്ട് നേരെ റൂമിൽ. ഗൈസ് റൂമിലെത്തി കേട്ടോ. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വേണം പോവാൻ. ബദ്രിനാഥൊക്കെ ഉറങ്ങിയിട്ട് നാളെ രാവിലെ നേരെ ഗൗരികുണ്ട് അല്ലെങ്കിൽ സോൻപ്രയാഗ് ബദ്രിനാഥ് വരെ ഒന്ന് പോകണം. നമ്മളോരോ അവിടെ അമ്പലത്തിൽ കൊടുക്കാനായിട്ട് 50 രൂപ കേട്ടോ പ്രസാദം കൊടുക്കാനായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും വാങ്ങിച്ച് എന്നിട്ട് അവിടെ തന്നെ ചെരുപ്പും വെച്ച് ഇനിയാണ് ക്ഷേത്രത്തിലോട്ടൊന്ന് പോകാനായിട്ട് ഒന്ന് തൊഴുതിറങ്ങണം. എന്നിട്ട് നമ്മൾ നാളെ രാവിലെ ഉള്ള ബസ്സിൽ പോവുകയാണ്. ഫ്രണ്ടിലാണ് പ്രസാദമൊക്കെ ഉണ്ട്. അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഗൈസ് ഇത് നമ്മുടെ ഹോട്ട് സ്പ്രിങ് ആണ്. ഹോട്ട് വാട്ടർ വരും കേട്ടോ ഇവിടുന്ന്, അറിയാമല്ലോ. അതൊരു ക്ലൈമറ്റിൽ നമുക്ക് അതും കയ്യൊക്കെ കഴിയുന്ന ഫ്രഷായിട്ട് പോവാം. ക്ഷേത്രത്തിൽ കയറി വരുമ്പോൾ നല്ലൊരു പോസിറ്റീവ് കേട്ടോ. പ്രസാദമൊക്കെ വാങ്ങിച്ച് നമ്മൾ അതൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അകത്തായതുകൊണ്ട് ഷൂട്ടൊന്നും പറ്റില്ല. നല്ല തിളച്ചായോ വെള്ളമല്ലടാ.
അകത്തുള്ള നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. കുറേ കോമഡി ഉണ്ടായിരുന്നു അതിനകത്ത്. മണി അടിച്ചേക്ക. അയ്യോ, ഇനി നേരെ തിരിച്ച് റൂമിൽ പോകണം. ഗൈസ്, ഞാൻ രാവിലെ കൂടെ വെറുതെ വന്നപ്പോൾ ഇവിടെ ചായ കൊടുക്കുന്നു. പിന്നെ അവരെ ചായ പിടിക്കാന്ന് പറഞ്ഞത് അവിടെ മന്ദിരം നിന്നാണ് തന്നത് ചേട്ടാ. ചെറിയ ഇതിൽ നല്ല ചായ. ചായയും കുടിച്ചിനി റൂമിലോട്ട്. നൈറ്റും മാഗി തന്നെ. ഫുഡും കഴിച്ചൊരു ഉറക്കം. നാളെ രാവിലെ നേരെ ഇവിടെ കേദാർനാഥ്. നേരെ ഇനി സോൻപ്രയാഗ് ഇറങ്ങി ഗൗരി കൊണ്ട് വണ്ടി പിടിച്ച് അവിടെ സ്റ്റേ ആയിട്ട് വേണം പോവാൻ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. രാവിലെയൊക്കെ കഴിച്ച് തീർന്നു. ഓ അയ്യോ, അപ്പൊ ടാറ്റ.